അപ്പോൾ ഫെസ്റ്റിവൽ മൈൽസ്റ്റോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് വെച്ചാലേ ഞാനിപ്പോൾ ഉള്ളത് വെളുന്നല്ലൂർ ക്ഷേത്രത്തിലാണ് കേട്ടോ. ക്ഷേത്രത്തിനടുത്താണ് കേട്ടോ സംഭവം. ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ ഒരു കാലിച്ചന്തയും മീൻ ചന്തയും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് കാണാനാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് തൊട്ടടുത്ത് നിൽക്കുവാണ്, നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളെയൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതാ കാണുന്നതാണ് കേട്ടോ രോഹിണി ചന്ത, ആ ക്ഷേത്രത്തിൻ്റെ സൈഡിനുള്ള ചന്ത. അവിടെ വന്ന വണ്ടികളാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ വെളുന്നല്ലൂർ ജംഗ്ഷനിലെത്തി. അവിടുന്ന് ക്ഷേത്ര കവാടത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. നല്ല തിരക്കുണ്ട്, നല്ല തിരക്ക്. അതായത് ഇപ്പോൾ രാവിലെ ഒരു 8 മണി ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ല ആളുണ്ട്. ഇതാ ക്ഷേത്രത്തിൻ്റെ കവാടം കാണാം. ഇവിടെ മുതലേ കച്ചവടങ്ങളുണ്ട് കേട്ടോ. അതാ കിണറ്റ് വലകൾ, പുളി കേട്ടോ, നാടൻ പുളി, പിന്നെ ഉണക്കമീനുകളുണ്ട്. നമ്മൾ ഇവിടെ തൊട്ടേ കച്ചവടങ്ങൾ ഉണ്ട് കേട്ടോ. പിച്ചാത്തികളാണ് കേട്ടോ, പിച്ചാത്തികൾ. അടയ്ക്കൊക്കെ ഉണ്ട്, അടയ്ക്ക, മരിച്ചീനി കച്ചവടം, ഐസ്ക്രീം വണ്ടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. മീൻ കച്ചവടം ചെയ്യുന്ന ഒരു ടീം കഴിഞ്ഞ് മുകളിൽ തന്നെ നിൽക്കുവാണ് കേട്ടോ. സാധാരണ ക്ഷേത്രത്തിന് അടുത്താണ് മീൻ കച്ചവടം, ഇതറിയില്ല. ഇവിടെയൊക്കെ കച്ചവടങ്ങളുള്ള തിരക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ആൾക്കാരുടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മാങ്ങ കച്ചവടങ്ങൾ, ഒരുപാട് മാങ്ങ കച്ചവടങ്ങളുണ്ട് കേട്ടോ. പല സൈസ് മാങ്ങകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 2-3 സ്ഥലത്ത് മാങ്ങ കച്ചവടങ്ങളുണ്ട്. ചെറുകിട കച്ചവടങ്ങൾ, തൈലങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. തൈലങ്ങൾ ഇരിക്കുന്നു, മലക്കറി. ಇದಕ್ಕೆ ಕಡಿತಪಟ್ಟಂಥ ವಸ್ತುಗಳು ಅಲೋಸ್ತ್ರೀ ಇದಕ್ಕೆ ವಾದ ಸಂಬಂಧമായ മൺവെട്ടിക്കൈ, കുന്താലിക്കൈ, മറ്റേ നമ്മൾ പണ്ട് തറയൊക്കെ അടിച്ച് ഒരു മാങ്ങ കച്ചവടം, മാങ്ങളുണ്ട്. പാ കച്ചവടങ്ങൾ, പായുണ്ട്, കുട്ടകൾ ഇവിടെ മെയിനാണ് കേട്ടോ. കുട്ടകൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ. ആ തിരക്ക് കണ്ടു, നല്ല തിരക്കായി. നമുക്ക് ഇറങ്ങി പോകാൻ തന്നെ നല്ല തിരക്കായി. ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിച്ചല്ലോ അങ്ങ് ദൂരെ നിന്ന്. അപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ, ക്ഷേത്രത്തിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി പോകാം. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. നേരം എടുത്തതേ ഉള്ളൂ. മുറുക്ക് കണ്ടോ, മുറുക്ക്, ഐസ്ക്രീം കച്ചവടങ്ങൾ, ചീരക്കച്ചവടങ്ങൾ. അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. ഹനുമാൻ സ്വാമി ക്ഷേത്രം ഇതാണ് കേട്ടോ. ഹനുമാൻ സ്വാമി ക്ഷേത്രം. ഞാൻ മറ്റേ വീഡിയോകളിലൊക്കെ എനിക്ക് നല്ലപോലെ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ താഴോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് അങ്ങ് ദൂരേക്ക് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുട്ട, പായ, അങ്ങനെയുള്ള മുറം, അങ്ങനെയുള്ള കച്ചവടങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരുപാട്, ഇത് മെയിനാണെന്ന് തോന്നുന്നു ഇവിടെ. ഞാൻ അതാ വീണ്ടും മാങ്ങ കച്ചവടങ്ങൾ, മാങ്ങ, കുട്ട, ഇതൊക്കെയാണ് ഞാൻ കൂടുതലിവിടെ കണ്ടത് കേട്ടോ കച്ചവടങ്ങളായിട്ട്. നല്ല തിരക്കാണ് ഇവിടെ. വീതി കുറവാണ് കേട്ടോ. ഇവിടെ ഒരു സ്ഥലത്ത് ലൈവായിട്ട് മുറുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിച്ചാത്തി രാഗി കൊടുക്കുന്നുണ്ട്. പിച്ചാത്തി നമുക്ക് വാങ്ങാം കേട്ടോ അവിടുന്ന്. ആ ക്ഷേത്രത്തിനടുത്ത് നമ്മളെത്തി. സംഭവം സ്റ്റേജിൻ്റെ അകത്തൊക്കെ കച്ചവടങ്ങളുണ്ട്. സ്റ്റേജിൻ്റെ അകത്തല്ല, സ്റ്റേജിൻ്റെ പുറത്തുള്ള ആൾക്കാർ ഇരിക്കുന്ന ഭാഗത്ത് അവിടെ എല്ലാം കച്ചവടങ്ങളാണ് കേട്ടോ. ഒരു ഉത്സവ പ്രതീതിയാണ് കേട്ടോ ഇവിടെ. നമ്മൾ ഹൈലൈറ്റ് ഇതൊന്നുമല്ല, മീൻ കച്ചവടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള കച്ചവടങ്ങളാണ് ഇതൊക്കെ. ഇതാ നോക്കി, ഇത് വെറും ചന്തല്ല കേട്ടോ. ഇതിന് രോഹിണി ചന്ത എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഞാൻ ചന്ത എന്ന് പറഞ്ഞു, രോഹിണി ചന്ത എന്നാണ് കേട്ടോ പറയുന്നത്. ശ്രീമതി രത്നകുമാരി അവர்கள் ഈ യോഗത്തിന് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്വീറ്റ്സ് ഇത് എത്ര ഐറ്റംസ്? 130 രൂപയാണ് കേട്ടോ.
സ്വീറ്റ്സ്. ഇവിടെ മലക്കറി ഐറ്റംസ് ഉണ്ട്. ഏകദേശം നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങി പോവാം. മീന ഏതൊക്കെയാണെന്ന് നോക്കാം. എന്റെ അച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് ഈ വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള പൈസ ഇട്ടിട്ട് പൈസ എല്ലാം പൊട്ടിച്ചെടുത്ത് ഇവിടെ വന്ന് ഈത്തപ്പഴവും കപ്പലത്തെയും കടലയും സേമിയും ഒക്കെ കുടിക്കുന്ന ഔഷധ തന്നെ വരെ നോക്കി മുട്ടുവേദനയ്ക്ക് കാലുവേദനയ്ക്ക് പുറംവേദനയ്ക്ക് കടച്ചില്ല തരിപ്പിന് ഇതാ നോക്കിയേ, ആറ്റിൻ്റെ സൈഡിനാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ സ്ഥലത്താണ് കേട്ടോ ഈ കച്ചവടം നടക്കുന്നത്. ഇന്നലെ മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു, കുറച്ച് തുളിയായി കിടക്കുവാണ് കേട്ടോ. തുളിയും തെന്നലുമായിട്ട് കിടക്കുവാണ്. നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാം. സുലൈ ഞാനുണ്ട്, താഴോട്ട് പോവാം. ചൂര മീനുകളായിരിക്കുന്നു കേട്ടോ, ചൂര മീനുകൾ. ആദ്യം ചൂര മീനുകളാണ്. കേരയാണെന്ന് തോന്നുന്നു, കേര വിളിക്കുന്നുണ്ട്. കേര മീനുകൾ മുറിച്ച് വെച്ചിരിക്കുന്ന. എൻ്റെ തല നോക്കിയേ. അടുത്ത സ്ഥലത്ത് കേരയെ മുറിച്ച് കഷ്ണമാക്കി വെച്ചിരിക്കുന്ന കിടക്കി. കേര ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കേര, വങ്കട, ചൂര ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതാ കേര മുറിക്കുന്നുണ്ടോ, മുറിച്ച് അലുവ പീസ് മുറിച്ച് വയ്ക്കുന്ന പോലെ മുറിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതാ അതിൻ്റെ കേരത്തല നോക്കി. ഒരാളതിൻ്റെ തല വാങ്ങുന്നുണ്ട് കേട്ടോ. కొంచెం വലിയ రాడు వంచి ఎన్నూరే రాడు వంచి ఎన్నూరే వంకడ ఒక్క కిలో 200 150 ఒక్క కిలో 150 వంకడ కిలో 150 200 వంకడ കാലിലെ തൊളിന്ന് കഴിവിട്ട് വരാം കേട്ടോ. സൂര്യയുടെ എൻ്റെ കാലിൽ നമ്മുടെ എന്നല്ല, മൊത്തത്തിൽ തൊളിയാണ് കേട്ടോ. ഈ മഴ പെയ്തതുകൊണ്ടായിരിക്കാം
ഫുള്ള് തുളിയാണ് കേട്ടോ. തുളി നല്ല തെന്നലും ഉണ്ടായിരുന്നു. നല്ല സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴുമായിരുന്നു. നല്ല തെന്നലും ഉണ്ട്. ഒന്ന് കഴുകിയിട്ട് പോവാം. സമിതി അംഗങ്ങളെ അതിന് നേതൃത്വം നൽകുന്ന ഹരികുമാറിനെയും ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. സ്വീറ്റ്സ് വാങ്ങണം കേട്ടോ. സ്വീറ്റ്സ് നമുക്ക് സ്വീറ്റ്സ് ഒന്ന് വാങ്ങിച്ചിട്ട് പോവാം. മുഴുവൻ ക്ഷേത്രങ്ങളും അതിന് ഉന്നതി ആണ്. ഇടക്കാലത്ത് ബ്രാഹ്മണർക്കും അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾക്കും ഒരു അധപ്പതനം ഉണ്ടായിരുന്നു. അതെല്ലാം മാറി വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകങ്ങളുടെ തിരക്ക് നമുക്കറിയാം. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്നിവിടെ വന്നു പോകുന്നത്. ഞങ്ങൾ തിരിച്ച് മുകളിലോട്ട് കയറുവാണേ. നോക്കിയേ, തിരക്ക് നോക്കിയേ. എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് മുകളിലോട്ട് കയറണം. നല്ല ചൂടായി തുടങ്ങി കേട്ടോ. ചൂട് അനുഭവപ്പെട്ട് തുടങ്ങി. നല്ല രീതിക്ക് വെയിലടിച്ച് തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മേളിലോട്ട് പോവുകയാണ് ഞങ്ങൾ. കച്ചവടം ചെയ്യും. അപ്പോൾ നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല ചൂട്. സുല വെള്ളം വാങ്ങാനായിട്ട് പോയിരിക്കുന്നത്. വെള്ളം കൊണ്ടാ, വെള്ളം കുടിക്കട്ടെ. ഒരാൾ വെള്ളം വാങ്ങാനായിട്ട് പോയിരിക്കുകയാണ്. വെള്ളം അപ്പോൾ ഞങ്ങൾ രോഹിണി ചന്തയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ കുറച്ച് സാധനം നമ്മൾ മേടിച്ചു. വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ പരിപാടി കഴിഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് കൂടി വീഡിയോ സജഷൻ ചെല്ലുകയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.